വസ്തുക്കൾക്കും മനുഷ്യർക്കും മനുഷ്യേതര വസ്തുക്കൾക്കും സകല ജീവജാലങ്ങൾക്കും ഇന്നലെയുണ്ട്, ഇന്നുണ്ട്, നാളെയുമുണ്ട്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, ഇങ്ങനെ എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. ജീവജാലങ്ങൾക്കുണ്ട്, മനുഷ്യർക്കുണ്ട്, മനുഷ്യേതര വസ്തുക്കൾക്കുണ്ട്. ഈ പ്രപഞ്ചത്തിന് തന്നെയുണ്ട്. ഈ പ്രപഞ്ചം ഇന്നലകളിൽ എങ്ങനെയായിരുന്നു, ഇന്ന് പ്രപഞ്ചത്തിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഇത് നാളെ പ്രപഞ്ചത്തിന്റെ അവസ്ഥ എന്തായി മാറും? വിശുദ്ധമായ ഖുർആൻ സവിസ്തരം പ്രതിപാദിക്കുന്ന കാര്യമാണ്. മനുഷ്യൻ ഇന്നലെ എങ്ങനെയായിരുന്നു, മനുഷ്യന്റെ ഇന്നുകൾ എങ്ങനെയാണ്, മനുഷ്യന്റെ നാളുകൾ എങ്ങനെയാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ സവിസ്തരം പ്രതിപാദിക്കുന്ന കാര്യമാണ്. ഈ പ്രപഞ്ചത്തിന് ഇന്നലകളുണ്ടാകും. ഈ പ്രപഞ്ചത്തിന്റെ ഇന്നലകൾ എങ്ങനെയായിരുന്നു? ശാസ്ത്രം ആദ്യ കാലഘട്ടം അത് പറയാൻ ശാസ്ത്രത്തിന് സാധ്യമായിരുന്നില്ല. ശാസ്ത്രത്തിന് പറയാൻ സാധ്യമായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടം എത്തേണ്ടി വന്നു. അത്ര നാൾ ശാസ്ത്രത്തിന് കാത്തു നിൽക്കേണ്ടി വന്നു പ്രപഞ്ചത്തിന്റെ മുമ്പുള്ള അവസ്ഥ എന്താണെന്ന് പറയാൻ. പ്രപഞ്ചത്തിന്റെ മുമ്പുള്ള അവസ്ഥ എന്താണ് എന്ന് 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗം വരെ കാത്തു നിൽക്കേണ്ടി വന്നു ശാസ്ത്രത്തിന്. ശാസ്ത്രം പറഞ്ഞു ബിഗ് ബാങ് തിയറി. ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് ഈ ലോകമുണ്ടായത്. ഒരു പൊട്ടിത്തെറിയിലൂടെ വൻ വിസ്ഫോടനത്തിലൂടെയാണ് ഈ ഭൂലോകം ഉണ്ടായത് എന്ന്, ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന് ശാസ്ത്രം പറഞ്ഞു. അപ്പോൾ ലോകം ചോദിച്ചു ശാസ്ത്രത്തോട്, എങ്കിൽ ഇതാരാണ് ഈ ഭൂലോകത്തെ, ഈ പ്രപഞ്ചത്തെ പൊട്ടിത്തെറിഞ്ഞത് ആരാണെന്ന് ശാസ്ത്രത്തോട് ലോകം ചോദിച്ചപ്പോ ശാസ്ത്രം പകച്ചു നിന്നുപോയി. ശാസ്ത്രം പറഞ്ഞു ഡാർക്ക് എനർജി, ഒരു ദുരൂഹ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ പൊട്ടിത്തെറിഞ്ഞത് എന്ന് ശാസ്ത്രം പറയുമ്പോ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന, വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന, ജീവിതത്തിന്റെ നികര മേഖലകളിലും വിജയത്തിന് വിധാനം വിശുദ്ധമായ ഖുർആൻ ഒന്ന് മാത്രമാണ്. ഖുർആനാണ് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് കാരണം. നിദാനം എന്ന് മനസ്സിലാക്കുന്ന മുസ്ലിമീങ്ങളായി നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, പൂർണ്ണ പ്രകാശ ശക്തിയാണ് ഈ പ്രപഞ്ചത്തെ പൊട്ടിച്ചെറിഞ്ഞത്. ഈ പ്രപഞ്ചത്തെ ഈ ഫലത്തിലാക്കിയത് പൂർണ്ണ പ്രകാശ ശക്തിയാണ്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, അബലം യറല്ലദീന കഫറൂ അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ ഫഫതഖ്നാഹുമാ വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. വിശുദ്ധമായ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞു, അവലം യറല്ലദീന കഫറൂ അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖാ. ഈ ഭൂലോകം, ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്നതായിരുന്നു. ഗാലക്സികളും നക്ഷത്രവും താരാപഥങ്ങളും എല്ലാം ഒട്ടിച്ചേർന്നതായിരുന്നു. അവകളെ നാമാണ് പൊട്ടിച്ചേർന്നത് എന്ന് വിശുദ്ധമായ ഖുർആൻ. നാമാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ് ആകാശഭൂമിയെ പൊട്ടിച്ചേർന്നത്. ഗാലക്സികളെ, അതുപോലെ സൂര്യനെ, ചന്ദ്രനെ, ഇതെല്ലാം സൃഷ്ടിച്ചത് പടച്ചവനാണ്. നമുക്ക് വളരെ വ്യക്തമായി പറയാൻ കഴിയും, ഒരു പൊട്ടിച്ചെറിയിലൂടെ അത് പൊട്ടിച്ചെറിഞ്ഞത് പടച്ചവനാണ് എന്ന് നമുക്ക് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കാൻ കഴിയും. കാരണം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ശാസ്ത്രം പറയുന്നു, ശാസ്ത്രം പണ്ട് കാലങ്ങളിൽ പറഞ്ഞു, ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഇന്നും പറയുന്നു വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ആരാണ് വികസിപ്പിക്കുന്നത് എന്ന് ശാസ്ത്രത്തോട് ചോദിച്ചപ്പോ ശാസ്ത്രം പറഞ്ഞു, പ്രപഞ്ചത്തിന്റെ തുടക്കത്തിലുണ്ടായ ആ പൊട്ടിത്തെറിക്കൽ, അതിന്റെ ആ സ്ഫോടനം, അതിന്റെ പിന്നാലെ അതിന്റെ തീക്ഷ്ണത മൂലമാണ് ലോകം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രം പറഞ്ഞപ്പോ, ലോകം ചോദിച്ചപ്പോ അന്ന് ശാസ്ത്രം അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ 2004 ശാസ്ത്രം പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഡാർക്ക് എനർജി, ഒരു ദുരൂഹ ശക്തിയാണ് എന്ന് ശാസ്ത്രം പറഞ്ഞു. എന്നാൽ വിശുദ്ധമായ ഖുർആൻ എന്താണ് പറയുന്നത്?
ആകാശത്തെ നാമാണ് നമ്മുടെ കൈകൊണ്ട് സൃഷ്ടിച്ചത്, നാമാണ് ഈ ആകാശത്തെ സൃഷ്ടിച്ചത്. ഇതിനെ നാം തന്നെയാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പഠിച്ചവൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ലോകത്തോട് പ്രഖ്യാപിച്ചതാണ്. ആമിനയുടെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചു. മക്കയിലും മദീനയിലും ഇത് പാരായണം ചെയ്ത് കേൾപ്പിച്ചു. ഇത് ഈ പ്രപഞ്ചത്തിന്റെ നാളത്തെ അവസ്ഥ ഉണ്ടായിരിക്കും. ഖുർആനതും പറയുന്നുണ്ട്. ശാസ്ത്രം പറയുന്ന ഒരു കാലഘട്ടത്തിൽ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ലോകത്തിന്റെ ഈ ലോകം തകർന്നടിയുന്ന ശൂന്യമായി പോകുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ശാസ്ത്രത്തിൽ സാധ്യമാകാത്ത കാലത്ത് വിശുദ്ധമായ ഖുർആൻ വ്യത്യസ്തരം പ്രഖ്യാപിച്ചു. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ഭൂലോകം സകലം തകർന്നടിയും, ഈ ഭൂലോകം നശിച്ച് നാമാവശേഷമാകും. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. പടച്ചവൻ മാത്രമേ ശേഷിക്കുകയുള്ളൂ. ഈ ഭൂലോകത്ത് കാണുന്ന സർവ്വജന്തുക്കളും സർവ്വ മനുഷ്യന്മാരും ഈ ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം തകർന്നടിയും. എന്ന പദമാണ് ഖുർആൻ പറഞ്ഞത്. ഫന എന്ന് പറഞ്ഞാൽ മൂലധാതു തന്നെ ഇല്ലാതായി മാറുമെന്നർത്ഥം. ഇതെല്ലാം തകർന്നടിഞ്ഞ് ഇങ്ങനെ അവശിഷ്ടങ്ങളായി കിടക്കുമെന്നല്ല ഖുർആൻ പറഞ്ഞത്. മറിച്ച് എല്ലാം നശിച്ച് ശൂന്യമായി പോകുന്നൊരവസ്ഥയിലേക്ക് പ്രപഞ്ചം എത്തിച്ചേരുമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് വിശുദ്ധമായ ഖുർആൻ പ്രഖ്യാപിച്ചു. എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള വലിയ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തോട് പകരം വെക്കാൻ പറ്റിയ മറ്റൊരു ശാസ്ത്രജ്ഞന്മാരും ലോകത്തുണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രമാത്രം വലിയ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറയുന്നു, വാക്യം മുതിക്കെ ദൈവഗണം അതിന്റെ പൂർണ്ണമായ ഊർജിതാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലോകം തകർന്നടിയും. ഈ ലോകത്തിന്റെ അവസാനമുണ്ട് എന്ന് ശാസ്ത്രം പോലും ഇപ്പോൾ വിലയിരുത്തുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ലോകത്തിന് ഈ പ്രപഞ്ചത്തിന് മുമ്പൊരു കാലമുണ്ടായിരുന്നു. മുമ്പ് ഇന്നലകളുണ്ട്, അതുപോലെ ഇന്നകളുണ്ട്, നാളെകളും പ്രപഞ്ചത്തിലുണ്ട് എന്നതുപോലെ മനുഷ്യന്റെ ജീവിതത്തിലും മനുഷ്യനും ഇന്നലകളുണ്ട്, ഇന്നുകളുണ്ട്, നാളെകളുമുണ്ട്. മനുഷ്യന്റെ ഇന്നലകൾ എന്തായിരുന്നു? വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹൽ അതാഅൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന്റെ പേരിന് കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ? അവനൊന്നുമല്ലായിരുന്നു പറയപ്പെടാൻ പറ്റുന്ന ഒന്നായിട്ട് പരിചയപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യന്റെ പേരിൽ ഒരു കാലഘട്ടം കടന്നുപോയിട്ടില്ലേ എന്ന് വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ,